12ാം ക്ലാസ്സിലെ പൊളിറ്റിക്കൽ സയൻസ് പുസ്തകം ഒരുപാട് പരിഷ്കാരങ്ങളോടെ കഴിഞ്ഞ ആഴ്ചയാണ് പുറത്തിറങ്ങിയത്. ഇപ്പോൾ അതിൽ ഏറ്റവും ചർച്ചാ വിഷയമായിരിക്കുന്നത് ബാബറി മസ്ജിദിനെ ആ പുസ്തകത്തിൽ വിശേഷിപ്പിച്ച രീതിയാണ്. 1528 ശ്രീരാമന്റെ ജന്മസ്ഥലത്ത് 3 താഴികക്കുടങ്ങളുള്ള നിർമ്മിതി എന്നാണ് അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പഴയ പുസ്തകത്തിനകത്ത് 16ാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തിയായിരുന്ന ബാബറിന്റെ ജനറൽ മിർ ബാക്കി പണികഴിപ്പിച്ച മസ്ജിദ് എന്നാണ് വിശേഷിപ്പിച്ചത്. ഇത് മാത്രമല്ല, ഗുജറാത്ത് കലാപം, സോംനാഥിൽ നിന്നും അയോധ്യയിലേക്കുള്ള കർഷകരുടെ യാത്ര, ബാബറി മസ്ജിദ് തകർത്ത സംഭവം, അതിനെ തുടർന്നുണ്ടായ കലാപം, അതിനെ തുടർന്ന് BJP ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളിലെ ഏർപ്പെടുത്തിയ രാഷ്ട്രപതി ഭരണം എന്നിവയൊക്കെ പുസ്തകത്തിൽ നിന്നും ഒഴിവാക്കുകയും അതിന് പകരമായിട്ട് രാമക്ഷേത്ര നിർമ്മാണവും രാമജന്മഭൂമി പ്രസ്ഥാനവും ഒക്കെ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികളെ കലാപം സ്കൂളിൽ പഠിപ്പിക്കണമെന്നാണ് ഇതിന് മറുപടിയായിട്ട് NCERT ഡയറക്ടർ ദിനേശ് പ്രസാദ് സംഗ്ലാനി മറുപടി പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം.